കാർഷിക വാർത്തകൾ. ഇന്ത്യൻ മാമ്പഴം ഇനി ഐസ്ലാൻഡിലെ വിപണിയിലേക്കും. ആദ്യമായി ഇന്ത്യൻ മാമ്പഴ പ്രൊമോഷൻ പരിപാടി സംഘടിപ്പിച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുടെ പുതിയ നീക്കം. ഐസ്ലാൻഡിൽ ആദ്യമായി ഇന്ത്യൻ മാമ്പഴ പ്രൊമോഷൻ പരിപാടികൾ സംഘടിപ്പിച്ച് കാർഷിക കയറ്റുമതിയിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ. റെയ്ക്ജാവിക്കിലെ ഇന്ത്യൻ എംബസിയും കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. റെയ്ക്ജാവിക്കിലും അഗുരേരിയിലും നടന്ന പ്രദർശനത്തിൽ ഇന്ത്യയുടെ പ്രീമിയം മാമ്പഴ ഇനങ്ങളായ ഡാഷരി, ചൗസ, ലാംഗ്ര, കേസർ എന്നിവയാണ് പരിചയപ്പെടുത്തിയത്. രുചിയിലും സുഗന്ധത്തിലും ഗുണനിലവാരത്തിലും മികച്ച പ്രതികരണമാണ് ഐസ്ലാൻഡിലെ ഉപഭോക്താക്കളിൽ നിന്നും ലഭിച്ചത്. ഐസ്ലാൻഡിലെ ഇന്ത്യൻ അംബാസിഡർ ആർ രവീന്ദ്ര ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി. ഇന്ത്യൻ EFTA വ്യാപാര കരാർ മാമ്പഴ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഐസ്ലാൻഡ് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മാമ്പഴ ഉൽപ്പാദക രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ശക്തി കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ തായ്ലാന്റ്, ബ്രസീൽ, പെറു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഐസ്ലാൻഡിൽ കൂടുതലായി മാമ്പഴം ഇറക്കുമതി ചെയ്യുന്നത്. സ്മൂത്തി, ഡെസേർട്ട്, ഫ്രൂട്ട് സലാഡ് എന്നിവയ്ക്കായി ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് മികച്ച വിപണി സാധ്യതയുണ്ടെന്നാണ് പ്രൊമോഷൻ പരിപാടിക്ക് ശേഷം ലഭിച്ച വിലയിരുത്തൽ. ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് ഇത് പുതിയ വിപണികൾ തുറക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ ബസുമതി അരിയുടെ ഗുണനിലവാരവും ആഗോള ബ്രാൻഡ് മൂല്യവും സംരക്ഷിക്കാൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. കയറ്റുമതിക്ക് അംഗീകാരം നൽകിയിട്ടുള്ള ബസുമതി ഇനങ്ങളുടെ പട്ടിക പുനഃപരിശോധിക്കാൻ നടപടി തുടങ്ങി. ഇന്ത്യയിൽ കയറ്റുമതിക്ക് അംഗീകാരം നൽകിയിട്ടുള്ള ബസ്മതി അരിയുടെ ഇനങ്ങളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കുന്നു. ബസ്മതി എന്ന പേരിൽ നിലവാരമില്ലാത്തതോ യഥാർത്ഥ ബസ്മതി ഗുണങ്ങളില്ലാത്തതോ ആയ ഇനങ്ങൾ കയറ്റുമതിയിലേക്ക് കടക്കുന്നത് തടയുകയും ഇന്ത്യൻ ബസ്മതിയുടെ അന്താരാഷ്ട്ര ബ്രാൻഡ് മൂല്യം സംരക്ഷിക്കുകയുമാണ് ലക്ഷ്യം. വിദഗ്ധ സമിതി ഓരോ ഇനത്തിന്റെയും സുഗന്ധം, ധാന്യത്തിന്റെ നീളം, പാചക ഗുണം, ജനിതക പ്രത്യേകതകൾ തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിശോധിക്കും. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇനങ്ങളെ അംഗീകൃത പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും സാധ്യതയുണ്ട്. ഇതിലൂടെ കയറ്റുമതി വിപണികളിൽ ഇന്ത്യൻ ബസ്മതിയുടെ വിശ്വാസ്യതയും മത്സരശേഷിയും കൂടുതൽ ശക്തമാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പരിസ്ഥിതി സൗഹൃദ കാർഷികത്തിലേക്ക് ഇന്ത്യയുടെ മറ്റൊരു വലിയ ചുവടുവയ്പ്. ഗ്രീൻ യൂറിയ ഉൽപ്പാദനത്തിൽ റോഡ് മാപ്പ് തയ്യാറാക്കി കേന്ദ്ര സർക്കാർ. ആന്ധ്രാപ്രദേശിൽ രാജ്യത്തെ ആദ്യ പൈലറ്റ് പ്ലാന്റും ഒരുങ്ങുന്നു. ഗ്രീൻ ഹൈഡ്രജനും ഗ്രീൻ അമോണിയയും ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായി യൂറിയ നിർമ്മിക്കുന്നതിന് കേന്ദ്ര രാസവള മന്ത്രാലയം റോഡ് മാപ്പ് തയ്യാറാക്കി. ഇതിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ പുടിമടികയിൽ പ്രതിദിനം 150 ടൺ ശേഷിയുള്ള ഗ്രീൻ യൂറിയ പൈലറ്റ് പ്ലാന്റ് സ്ഥാപിക്കും. ഈ പ്ലാന്റ് ഭാവിയിലെ വാണിജ്യാടിസ്ഥാനമുള്ള പദ്ധതികൾക്ക് മാതൃകയാകും. രാജ്യത്തിന്റെ വാർഷിക യൂറിയ ഇറക്കുമതി കുറയ്ക്കുകയും കാർഷിക മേഖലയിലെ കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായി പ്രതിവർഷം 7.24 ലക്ഷം മെട്രിക് ടൺ ഗ്രീൻ അമോണിയ വാങ്ങാനും സർക്കാർ പദ്ധതിയിടുന്നു. താപവൈദ്യുതി നിലയങ്ങൾ, സിമന്റ്, സ്റ്റീൽ പ്ലാന്റുകൾ എന്നിവയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഗ്രീൻ ഹൈഡ്രജനും സംയോജിപ്പിച്ചാകും ഗ്രീൻ യൂറിയ നിർമ്മാണം. ഇതിലൂടെ വള ഉൽപ്പാദനത്തിലെ സ്വയം പര്യാപ്തതയും 2070 നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റവും സർക്കാർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.